everyone. So today we are going to learn something new. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ആനിമൽസ് ആണ്. ആനിമൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 types ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. എങ്ങനെ കാറ്റഗറൈസ് ചെയ്യാം? വൈൽഡ് ആനിമൽസ് ആൻഡ് ഡൊമസ്റ്റിക് ആനിമൽസ്. വാട്ട് ഈസ് ദാറ്റ്? വൈൽഡ് ആനിമൽസ് ആൻഡ് ഡൊമസ്റ്റിക് ആനിമൽസ്. വൈൽഡ് ആനിമൽസ് എന്ന് വെച്ചാൽ എന്താ? Wild animals that lives in the forest, they do not live in our homes. Wild animals അതേ കാടുകളിലാണ് താമസിക്കുക. അവർ നമ്മുടെ അടുത്തൊന്നും താമസിക്കില്ല, നമ്മളെ വീട്ടിലൊന്നും അവർ താമസിക്കില്ല. അവർ കാടുകളിലാണ് താമസിക്കുക. അങ്ങനത്തെ ആനിമൽസിനാണ് നമ്മൾ എന്ത് പറയുക? വൈൽഡ് ആനിമൽസ്. അങ്ങനത്തെ ആനിമൽസ് ഏതൊക്കെ? എലിഫൻറ്റ്, ജിറാഫ്, ലയൺ, ടൈഗർ, സീബ്ര, മങ്കി, ബെയർ, ക്രോക്കഡൈൽ, പാണ്ട. ഇവരൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവോ? ഇല്ലല്ലോ. അതാ പറഞ്ഞത്, അവരൊക്കെ കാട്ടിലാണ് താമസിക്കുക. അങ്ങനെ കാടുകളിൽ താമസിക്കുന്ന ആനിമൽസിനാണ് നമ്മൾ എന്ത് പറയുക? വൈൽഡ് ആനിമൽസ്. അതുപോലെ നമ്മൾ രണ്ടാമത് കാറ്റഗറൈസ് ചെയ്തതാണ് ഡൊമസ്റ്റിക് ആനിമൽ. 2 types ഉണ്ട് പറഞ്ഞില്ല, ഒന്ന് വൈൽഡ് ആനിമൽസും ഒന്ന് ഡൊമസ്റ്റിക് ആനിമൽസും. അപ്പോൾ ഡൊമസ്റ്റിക് ആനിമൽസ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ വീട്ടിൽ താമസിക്കുന്ന, നമുക്ക് ഫുഡൊക്കെ തരുന്ന, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആനിമൽസിനാണ് എന്ത് പറയുക? ഡൊമസ്റ്റിക് ആനിമൽസ് എന്ന് പറയാം. അപ്പോൾ ഡൊമസ്റ്റിക് ആനിമൽസ് വെച്ചാൽ എന്താ? ഡൊമസ്റ്റിക് ആനിമൽസ് ദാറ്റ് ലിവ്സ് വിത്ത് പീപ്പിൾ. ദേ ഹെൽപ്പ് us, give us ഫുഡ് ആൻഡ് സ്റ്റേ നിയർ അവർ ഹോം. മനസ്സിലായോ? നമുക്ക് ഫുഡ് തരും, നമ്മളെ ഹെൽപ്പ് ചെയ്യും, നമ്മളെ വീടുകളിൽ താമസിക്കുന്ന ആനിമൽസാണ്. അതായത് കൗ നമുക്ക് എന്ത് തരും? മിൽക്ക് തരും. ആൻഡ് ഗോട്ട് നമുക്ക് എന്താ തരാം? ഗോട്ട് നമുക്ക് മിൽക്ക് തരും. ഹെന്ന് നമുക്ക് എഗ്ഗ് തരും. അപ്പോൾ ഡോഗ് ഈസ് പ്രൊട്ടക്ടസ്. ഡോഗ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഒരു ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ളൊരു ആനിമലാണ് ഡോഗ് എന്ന് പറയുന്നത്. സോ ക്യാറ്റ് നമുക്ക് എന്ത് തരും? ക്യാറ്റ് നമുക്ക് എലികളൊക്കെ പിടിച്ച് തരും. നമ്മുടെ വീട്ടിൽ തന്നെ താമസിക്കും, നമുക്ക് എലികളൊക്കെ പിടിച്ച് സഹായിക്കുന്നത് ക്യാറ്റാണ്. ദെൻ ഷീപ്പ് വെച്ചാൽ എന്താ? ഷീപ്പ് വെച്ചാൽ ചെമ്പരിയാട് നമുക്ക് എന്താ തരാം? ചെമ്പരിയാട് നമുക്ക് വൂള് തരും. നമ്മൾ ഡ്രസ്സൊക്കെ തയ്ക്കൂലേ, അതിനാവശ്യമായ വൂള് തരുന്നത് ആരാണ്? ഷീപ്പ്. ആൻഡ് ഹോഴ്സ് നമുക്ക് എന്ത് തരും? ഹോഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ റൈഡിനൊക്കെ യൂസ് ചെയ്യുന്നത് ഹോഴ്സാണ്. ഹോഴ്സ് വെരി സ്ട്രോങ് ആയിട്ടുള്ളൊരു ആനിമലാണ് ഹോഴ്സ്. നമ്മൾ റൈഡിനൊക്കെ യൂസ് ചെയ്യൽ ഹോഴ്സാണ്. സോ ആനിമൽസ് കാറ്റഗറിയിൽ നമ്മൾ ഇന്ന് വൈൽഡ് ആനിമൽസും ഡൊമസ്റ്റിക് ആനിമൽസും പഠിച്ചു. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വൈൽഡ് ആനിമൽസ് എന്ന് വെച്ചാൽ കാട്ടിൽ താമസിക്കുന്ന ആനിമൽസിനാണ്